കാസർഗോഡ് തലക്ലായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കവർച്ച, ഓഫീസ് ലോക്കറിലുണ്ടായിരുന്ന മുദ്രവള, നാഗപ്രതിമ, പണം എന്നിവ നഷ്ടമായി. അരുൺ പാറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. കാസർഗോഡ് തലക്ലായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലേക്ക് എത്തിയ മേൽശാന്തിയാണ് ഈ കവർച്ചയുടെ വിവരം ആദ്യം അറിയുന്നത്. തുടർന്ന് ക്ഷേത്ര കമ്മിറ്റിയെ വിവരം അറിയിക്കുകയായിരുന്നു. ഇവിടെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് അകത്തേക്ക് കയറാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന നിലയിലാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ഓഫീസിന്റെ ലോക്കറിലുണ്ടായിരുന്ന മുദ്രവള, നാഗപ്രതിമ, പണം എന്നിവയൊക്കെ നഷ്ടമായ നിലയിലാണുള്ളത്. പോലീസ് നായ ഇന്ന് രാവിലെ വന്ന് പരിശോധന നടത്തിയിരുന്നു. ആ സമയത്ത് എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു ഭാഗത്തുകൂടെയാണ് നായ ഓടിയതെന്നാണ് പോലീസ് പറയുന്നത്. ഈ ക്ഷേത്രവുമായി അടുത്തറിയാവുന്ന ആരോ ഈ മോഷണം നടത്തിയെന്നാണ് പറയുന്നത്. 2 ദിവസം മുൻപാണ് ഇവിടെ ഷഷ്ടി ഉത്സവം നടന്നത്. അതിനുശേഷം ലോക്കറിൽ ഉൾപ്പെടെ 25,000 രൂപയുണ്ടായിരുന്നു. കൂടുതൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പം തിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രഥമദൃഷ്ടി അത്രേ അതിന് പറയാൻ പറ്റുള്ളൂ. അതൊക്കെയുണ്ട്. വേറെ മറ്റെന്തൊക്കെ മോഷണം പോയതായിട്ട് നമുക്ക് മനസ്സിലാവും? വെള്ളിയുടെ ആഭരണങ്ങൾ, മറ്റേ നാഗത്തിൻ്റെ പ്രതിമ, അതുപോലെ മുദ്രവളകൾ, സ്വർണ്ണ മുദ്രവളകൾ, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ തോന്നുന്നുള്ളത്. പോലീസ് എന്താ നിലവിൽ പറയുന്നത്? പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസ് നായ വന്നിട്ട് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടുപുറകെ കാണും. ചുറ്റുഭാഗത്തൊക്കെ ഓടി അവിടെ അവർ മാവിൻ്റെ മരത്തിൻ്റെ അടിയിൽ കുറച്ച് നേരം നിന്ന് അങ്ങനെ തിരിച്ചു പോകും. ക്ഷേത്രത്തിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണവും മറ്റ് സാമഗ്രികളുമാണ് ഇപ്പോൾ നിലവിൽ പ്രധാനമായും മോഷണം പോയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് അതിലുള്ള പണവും മോഷ്ടിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തു കൂടിയാണ് മോഷ്ടാവ് അകത്ത് കയറിയതെന്നാണ് പ്രാഥമികമായി പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത്. ഇനി മോഷ്ടാവ് ആരാണെന്ന് കണ്ടെത്തണം. CCTV ഉൾപ്പെടെയുള്ള ഒന്നും ഈ ക്ഷേത്രത്തിൽ ഇല്ല എന്നതാണ് പോലീസിനെ സംബന്ധിച്ചുള്ള വലിയ പ്രതിസന്ധി. എന്തായാലും മേൽപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരുൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.